വിമാന സർവീസുകൾ പുനരാരംഭിച്ചതിന് പിന്നാലെ അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട കൊച്ചിയിലേക്കുള്ള വിമാനം നിലവിൽ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ യാത്രക്കാരുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോയി വരാം. ഞാൻ അബുദാബിയിൽ നിന്നാണ്. ദുബായിൽ നിന്ന് അബുദാബി പോയി അബുദാബിയിൽ നിന്ന് വരിക. അബുദാബി ചെന്ന് കഴിയുമ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് അവിടെ നിൽക്കേണ്ട വരുമായിരുന്നോ? അതോ അത് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ വന്നില്ല. അതെ, ഡിലേ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. ഇല്ല ഇല്ല ഇല്ല, എല്ലാവരും കയറ്റിയാ പോകുന്നു. ദുബായിൽ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. എത്ര യാത്രക്കാരുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ? ഒരു 100 ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അബുദാബിയിലേക്ക് എപ്പോഴെത്തിയത്? അബുദാബിയിലേക്ക് ഞാൻ എത്തിയത് 2 മണി. ഇതിനകത്ത് വന്ന ആളുകളൊക്കെ സ്പെഷ്യൽ ഫ്ലൈറ്റ് ആണല്ലോ, അപ്പൊ എല്ലാവരും ഇങ്ങനെ കണക്റ്റഡ് യാത്രക്കാരെ മാത്രമാണോ ഇതിനകത്ത് വിട്ടിട്ടുള്ളത്? അതെ അതെ, എല്ലാവരും കണക്റ്റഡ് യാത്രക്കാർ. വിവരങ്ങളുമായി നിതിൻ സേവ്യർ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. നിതിൻ, എപ്പോഴാണ് വിമാനം കൊച്ചിയിൽ എത്തിയത്? യാത്രക്കാരൊക്കെ വളരെ ആശങ്കയിലായിരുന്നു. തീർച്ചയായിട്ടും കാര്യം 5:15 അബുദാബിയിൽ നിന്നും ഈ വിമാനം എടുക്കുന്നത്. പിന്നീട് 10 തന്നെ കൊച്ചിയിൽ ഈ വിമാനം ലാൻഡ് ചെയ്തു. ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു യാത്രക്കാരൻ, ഈ വിമാനത്തിലുണ്ടായിരുന്നതിൽ ഒരു യാത്രക്കാരനാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. മറ്റ് യാത്രക്കാരും ഒക്കെ തന്നെ അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഇവരുടെ ഇമിഗ്രേഷൻ ക്ലിയറാക്കി അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മറ്റൊരു യാത്രക്കാരൻ കൂടി ഇപ്പോൾ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഈ എയർപോർട്ടിൽ സ്റ്റക്കായിരുന്നോ? അവിടെ എയർപോർട്ടിൽ കുഴപ്പമില്ലായിരുന്നു. ഇന്നാണ് സ്റ്റാർട്ടായത്. ഇടയ്ക്ക് കുറേ ഡിലേ ഉണ്ടായിരുന്നു. എവിടുന്നാ ശരിക്കും ഒറിജിനൽ യാത്ര? യാത്ര അബുദാബിയിൽ നിന്ന്. അബുദാബിയിൽ തന്നെയാണ്? അല്ല, അവിടെ മോളുടെ അടുത്ത് പോയിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എയർപോർട്ടിൽ സ്റ്റക്ക് ആവേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല? ഇല്ല, അങ്ങനെ അല്ല. സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലേറ്റായെന്ന് മാത്രം. ഒരു മണിക്കൂറൊക്കെ ലേറ്റായത്. ഇന്നാണ് തുടങ്ങിയത്. ഇന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ആദ്യ വിമാനം ഈ യാത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ടാണ് അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം ഇങ്ങോട്ടേക്ക് വരുന്നത്. എയർപോർട്ടിൽ സമയം ചെലവഴിക്കേണ്ട വന്നിരുന്നോ അതോ കൃത്യസമയത്ത് തന്നെ? ലേറ്റ് അത്രേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. സത്യത്തില് ഇവിടുന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് പേടി വന്നു പോയി. എന്തോ പേടിപ്പീരായിരുന്നു. അതുപോലെ അവിടെ ഒന്നും സംഭവിച്ചില്ല. മേടിക്കൂടെ അബുദാബി ഫ്ലൈറ്റ് ആയില്ല. നേരെ അവിടെ കുറെ പേര് എയർപോർട്ടിലൊക്കെ ഇതുപോലെ ട്രാൻസിറ്റ് വിസയിലൊക്കെ വന്ന ആളുകൾ അവിടെ ഇരിപ്പുണ്ടെന്ന് കേട്ടു. വെള്ളിയാഴ്ച വന്നവരും ശനിയാഴ്ച വന്നവരും അങ്ങനെ ആരെങ്കിലും നിങ്ങൾ അവിടെ കണ്ടിരുന്നോ? ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഫ്ലൈറ്റിൽ അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ? അങ്ങനെ കുറെ പേര് ഇടത്തോയിലുള്ള ആൾ തന്നെ ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ നോർമൽ തന്നെ, പ്രശ്നങ്ങളൊന്നുമില്ല, പിടിപ്പിച്ചോലൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഓരോന്ന് അതായത് ഈ യാത്രക്കാരാണ്, ഈ ഇത്തിഹാദ് ഫ്ലൈറ്റിൽ വന്നിറങ്ങിയ യാത്രക്കാരാണ് പ്രതികരിച്ചത്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ ട്രാൻസിറ്റ് വിസയിലടക്കം ദുബായിൽ നിന്നും ആദ്യം നമ്മൾ കണ്ട യാത്രക്കാരൻ, അദ്ദേഹം ദുബായിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് അബുദാബിയിൽ എത്തിയ ശേഷം അവിടെ നിന്ന് ഈ ഫ്ലൈറ്റിൽ ഇങ്ങോട്ടേക്ക് എത്തിയവരാണ്. അപ്പോൾ ഈ ട്രാൻസിറ്റ് വിസയിൽ വന്നവരുണ്ട്, അല്ലാതെ തന്നെ ഈ വിമാനത്താവളത്തിൽ, അബുദാബി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്നവരുണ്ട്. അവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയതായാലും അവരൊക്കെ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് നിരവധി ആളുകളുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ അവരെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്ന ആളുകളുടെയൊക്കെ കുടുംബാംഗങ്ങൾ അവരെ കാണാൻ അവർക്ക് വലിയ ഒരു സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ വലിയ ടെൻഷനൊക്കെയുള്ള ദിവസങ്ങളായിരുന്നു കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ ഒരു വലിയ സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ വലിയ അവരുടെ ബന്ധുക്കളെ ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു വലിയ നിമിഷമാണ്. അപ്പോൾ അതിനുവേണ്ടി അങ്ങോട്ടേക്ക് ആളുകൾ വീണ്ടുമൊക്കെ തന്നെ, ഈ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എന്തായാലും കൂടുതൽ യാത്രക്കാർ അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരും. 127 യാത്രക്കാരായിരുന്നു ഈ വിമാനത്തിലുണ്ടായിരുന്നു. സ്പെഷ്യൽ വിമാനമായിരുന്നു ഈ വിമാനത്തിൽ. അപ്പോഴാണ് പെട്ടെന്ന് അവരറിയിച്ചത് ഫ്ലൈറ്റ് ഡിലേ ഉണ്ടാവും എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ഫൈൻ, ചെറിയ കാര്യമായിരിക്കും ഞങ്ങൾ ഓർത്ത് അവിടെ ഇരുന്നു. പിന്നെ വാറാണെന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മൊബൈലിലൊക്കെ സർഫ് ചെയ്ത് നോക്കിയപ്പോഴാണ് സംഗതി കുറച്ച് സീരിയസ് ആണ്, എസ്കലേറ്റഡ് കണ്ടീഷനാണ്. വിത്തിൻ 5 minutes സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ശരിക്കും ഒരു ദൂരെ നിന്നൊരു വെടിക്കെട്ട് പൊട്ടണ പോലെ. അതെ, അപ്പം തന്നെ ഞങ്ങളൊക്കെ ആകെ അമ്പരുന്നു.
കണ്ണൊക്കെ നിറഞ്ഞു വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇനിയിപ്പം എന്താവും അറിയില്ല. അപ്പോഴേക്കും മോളിക്കോടെ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ പറന്നു തുടങ്ങി. ഇങ്ങനെയൊരു കണ്ടീഷൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ നടുവിലേക്ക് ഓടിക്കൂടി ജല്ലയുടെ അവിടെ ഒന്നും നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇനി വേറെ രീതിയിൽ എന്തെങ്കിലും കൊണ്ടുകൊണ്ടിക്ക് വരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ചെന്നിരുന്നോളം പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പിന്നെ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങി. പ്രോപ്പറായിട്ട് ഹോട്ടൽ റൂംസൊക്കെ തന്നു. ഈവൻ ഞങ്ങൾ ഹോട്ടൽ റൂമിന് വേണ്ടി ലൈനിൽ വെയിറ്റ് ചെയ്യുമ്പോൾ പോലും വീണ്ടും എമർജൻസി ഫോണിൽ വന്നു. അപ്പോൾ തന്നെ വീണ്ടും സൗണ്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കൂടുതൽ പാനിക്കാവുക ചെയ്ത്. പക്ഷേ ഞാൻ പോയത് ഇത്തിഹാദ് ഫ്ലൈറ്റിനാണ്. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു എല്ലാ. അപ്പോൾ തന്നെ അവർ ഫുഡും വാട്ടറൊക്കെ തന്നു. ഹോട്ടലൊക്കെ നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. അവിടുത്തെ സ്റ്റാഫ് ആയാലും എല്ലാവരും കൂടെ നിന്നു. ഭയങ്കര നല്ല കോർഡിനേഷനായിരുന്നു. ഇത്രയും ഞാൻ പോകുന്ന ഫ്ലൈറ്റിൽ 188 പ്ലസ് അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. കുറേ ഫ്ലൈറ്റ് വെച്ചാൽ ഇവരുടെ ഫ്ലൈറ്റ്സ് ഒക്കെ ഭയങ്കര വലുതല്ലേ, അപ്പോൾ അത്രയും ആൾക്കാർ ജനം ഉണ്ടായിരുന്നു. പക്ഷേ അവർ നന്നായി കോർഡിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഹോട്ടലിൽ എത്തിയപ്പോൾ വൈകുന്നേരമായി. അവിടുന്ന് പിന്നെ അവർ ഫുഡൊക്കെ തന്ന് ഞാൻ റിറ്റ്സ് കാൾട്ടണിലായിരുന്നു, ഓപ്പോസിറ്റ് അബുദാബിയിൽ തന്നെയുള്ളത്. ഇല്ല. ശരി, അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട വിമാനം കൊച്ചിയിലെത്തിയിട്ടുണ്ട്. നാട്ടിലെത്തിയതിന്റെ ആശ്വാസം പങ്കുവെക്കുകയാണ് യാത്രക്കാർ.